BJP ലക്ഷ്യമിടുന്നത് അങ്ങനെയാണ്. ഇത്തരം അഴിമതിക്കാരായ ആളുകളെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ സ്വാധീനിക്കുക. ഈ കാര്യങ്ങളാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായൊരു കാര്യമാണ്. ഇപ്പോൾ മാർച്ച് 5-ാം തീയതിയാണ് ജാവേദ്കർ ഇപ്പോൾ അതുവഴി അദ്ദേഹത്തിൻ്റെ കാറിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ടയർ പഞ്ചറായ സമയത്ത് EP ജയരാജൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുന്നു. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ജയരാജനെ കണ്ട് അങ്ങ് കയറി ഒരു നാരങ്ങ വെള്ളം കുടിച്ച് തിരിച്ച് വന്നതല്ലല്ലോ സംഭവം. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം 1-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ EP ജയരാജൻ്റെ വൈദേഹം റിസോർട്ടിൽ EDയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യം നടക്കുന്നത്. 5-ാം തീയതിയാണ് പ്രകാശ് ജാവേദ്കർ അവിടെ വരുന്നത്. ഈ മാർച്ച് 5-ാം തീയതി ഈ വീട്ടിൽ വരുന്നു. അങ്ങനെ വരണമെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യമെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അതിനുശേഷമാണ് എന്ത് നടക്കുന്നത്? വൈദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അവിടെ നിർത്തിയെന്ന് മാത്രമല്ല BJPയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ഡീല്, ഈ വൈദേഹവും നിരാമയും തമ്മിൽ ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഡീല് അവിടെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ EP ജയരാജൻ ഉണ്ടാക്കി വെച്ച പണം, ആ പണത്തിൻ്റെ പേരിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുകളും അതോടെ സ്വത്തുവകകളും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോയാൽ ജയിലിലേക്ക് പോകണം എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ജയിലിലേക്ക് പോകണ്ട, ഞങ്ങളെ കൂടെ നിന്നാൽ, ഞങ്ങളുമായി സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ല ഇടം തരാം. അതുമായി ബന്ധപ്പെട്ട് മറുഭാഗത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതിയും അതോടൊപ്പം സ്വർണ്ണക്കള്ളക്കടത്തും അതോടൊപ്പം നമ്മുടെ മാസപ്പടി ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ഒരു ഭാഗത്തുണ്ടല്ലോ, മറ്റേ ഭാഗത്ത് അഴിമതി നടക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ സഹായം കൊണ്ട് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം. അതിന് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് കേരളത്തിൽ ഒരു സീറ്റാണ്. അതാണ് ഡീല്. ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. മാത്രമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം EP ജയരാജൻ്റെ മകൻ ജിതിൻ എന്ന് പറയുന്ന രാജു എന്ന് വിളിക്കുന്ന EP ജയരാജൻ്റെ മകൻ, അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റ് ആക്കുളത്തെ ഫ്ലാറ്റാണ്. ആക്കുളത്തെ ഫ്ലാറ്റ് ഏകദേശം 2 കോടി രൂപയോളം മുതൽ വരുന്ന ഒരു വലിയ ഫ്ലാറ്റാണ്. എന്താണ് EP ജയരാജൻ്റെ മകൻ്റെ ജോലി എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ജോലി അഖിൽ ക്ലാസിക് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ഒരു മാനേജറാണ്. ഒരു മാനേജറായ ഒരാൾക്ക് 2 കോടി രൂപ വിലയുള്ള ഒരു ഫ്ലാറ്റ് എടുത്ത് എങ്ങനെയാണ് ആഡംബരമായി അവിടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ അഖിൽ എന്ന് പറയുന്ന ആൾക്ക് അത്ര വലിയ സാമ്പത്തികമായ സംവിധാനമില്ല. ദുബായിലൊക്കെ വർക്ക് ചെയ്ത് വലിയ സാമ്പത്തിക കേസിലൊക്കെ പെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിട്ട ആളാണ് ഈ പറയുന്ന രാജു എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മകൻ. അപ്പോൾ ആ മകനും അതോടൊപ്പം തന്നെ ഈ ദല്ലാൾ നന്ദകുമാറും തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമായിരിക്കും? ആ ദൃഢമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ EP ജയരാജനെ കാണാൻ അല്ലെങ്കിൽ EP ജയരാജനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഈ പ്രകാശ് ജാവേദ്കറേയും കൂട്ടി ഇയാൾ വരുന്നത് ഇവിടെ. അപ്പോൾ ഈ മകന് ഇയാളുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ EP ജയരാജന് ബന്ധമുണ്ട്. അതായത് ഇങ്ങനെ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നിങ്ങൾക്കെതിരെ ചൂണ്ടപ്പെടുന്നുണ്ട്. കെ സുധാകരൻ BJPയിൽ പോകാൻ തയ്യാറായിരുന്നു എന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് കൊണ്ട് പിന്മാറി അവസാന നിമിഷത്തിൽ എന്നാണ്. പിന്നെ പോയി BJP ക്യാമ്പിലുള്ളത് AK ആന്റണിയുടെ മകനും K കരുണാകരന്റെ മകളുമാണ്. ഞാൻ പറയട്ടെ ശ്രീ ഗോപികൃഷ്ണൻ, ഈ K സുധാകരനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വ്യാപകമായി ഇവർ പറയുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നന്ദകുമാറിനെ ഞങ്ങളാരും മുഖവിലക്ക് എടുക്കുന്നില്ലല്ലോ. പക്ഷെ നന്ദകുമാറെ മുഖവിലക്ക് എടുക്കുന്നത് ആരാ? BJPയുടെ നേതൃത്വമാണ്. ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു EP ജയരാജനുമായി ചർച്ച നടത്തി ഞങ്ങൾ അറിവോട് കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നു, ജയേന്ദ്രൻ മാഷ് പറയുന്നു നന്ദകുമാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ നന്ദകുമാറിൻ്റെ കൂടെ ഈ പ്രകാശ് ജാവേദ്കർ അവിടെ പോയത് എന്ന ചോദ്യത്തിന് BJPയുടെ വക്താവ് ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ നന്ദകുമാറിനെ പോലെയുള്ള ഏറ്റവും ദല്ലാളന്മാരെ വരെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ വലവീഴ്ച പിടിക്കാൻ ഇവർ തയ്യാറാകുന്നു എന്നുള്ളതല്ലേ അതിന്റെ വസ്തുത. പക്ഷെ അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയും BJP ഈ വേണ്ടത്ര പദവികൾ കിട്ടാതെ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതിരുന്ന K മുരളീധരനും ഒക്കെയായും ഇതേപോലെ സമാനമായ രീതിയിൽ സംഭാഷണങ്ങൾ നടത്തുകയും സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന ആക്ഷേപവും താങ്കൾ വിശ്വാസത്തിലെടുക്കാത്ത TG നന്ദകുമാർ ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇന്നയാൾ ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, BJPയുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്കായി TG നന്ദകുമാർ പ്രവർത്തിച്ചു. അയാൾക്കൊപ്പമാണ് പ്രകാശ് ജാവ്ദേക്കർ പോയത്. ഇങ്ങനെയാണ് അതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. എൻ്റെ വാദം എൻ്റെ വാദം അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് പോലെയല്ല. അതിനകത്ത് ഈ പറയുന്ന TG നന്ദകുമാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് K മുരളീധരനോ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയോ ഇവരുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വന്നു കണ്ടു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. EP ജയരാജനാണ് പറയുന്നത് TG നന്ദകുമാറിൻ്റെ കൂടെ ഈ പ്രകാശ് ജാവേദ്കർ എന്ന് പറയുന്ന BJPയുടെ പ്രഭാരി എൻ്റെ വീട്ടിൽ മകൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മകൻ്റെ ബർത്ത്ഡേക്ക് വരണമെങ്കിൽ ഒരു ക്ഷണിക്കാതെ ഒരു അതിഥി അവിടെ കയറുക, പ്രത്യേകിച്ച് ഒരു വീടല്ല, ഒരു ഫ്ലാറ്റിലേക്ക് കയറി വരണമെങ്കിൽ മുൻകൂട്ടി അനുമതി ഉൾപ്പെടെ വാങ്ങണ്ടേ? ഒരാൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഫ്ലാറ്റിനകത്ത് ആളെ
കയറ്റിവിടില്ലല്ലോ. നമുക്കറിയാം നാട്ടിലെ ഫ്ലാറ്റിലെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ച് വിളിച്ച് ഉറപ്പിച്ച് തന്നെയാണ് അവിടെ വന്നത് എന്നുള്ള വസ്തുതയല്ലേ. അപ്പോൾ ഞങ്ങളുടെ വിഷയം എന്താണെന്നറിയോ, ഈ EP ജയരാജൻ മന്ത്രിയായ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള പണം, ആ പണത്തിൻ്റെ പേരിൽ ഫ്ലാറ്റ് വാങ്ങിയതും ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മകൻ്റെ പേരിൽ അവിടെ ഫ്ലാറ്റ് വാങ്ങിയത്. അതോടൊപ്പം തന്നെ കേവലം 89 ലക്ഷം രൂപയാണ് ഇവിടെ വൈദേഹ റിസോർട്ടിന് അദ്ദേഹം ചെലവഴിച്ചെന്ന് പറയുമ്പോൾ 30 കോടി രൂപയോളം ആസ്തിയുണ്ട് ആ സ്ഥാപനത്തിന്. നിങ്ങൾ പരിശോധിക്കണം ഈ പണം ആരുടേതാണ്. അപ്പോൾ ഈ പണം നിലനിർത്തുന്നതിന് വേണ്ടി BJP നേതൃത്വവുമായി കൂട്ടുകൂടാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് EP ജയരാജൻ തെളിയിച്ചത്.